പത്തനംതിട്ട പട്ടാഴിമുക്കിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന സൂചന കൂടി ഇന്ന് പുറത്തുവന്നു. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂറനാട് സ്വദേശിനി അനുജ, ചാരുമുട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകർക്കൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ രണ്ടുപേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കിമിന്റെ പ്രതികരണം. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. ആർക്ക് എവിടെ ആപത്ത് ഇവിടെ കൊണ്ടുണ്ടല്ലേ അവരെ സഹായിക്കാനായിട്ട് മുൻപന്തി ചാടിയും പോകും. ഒന്നും അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. അനുജയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അതിനെ അവിടെ നിന്ന് ടൂറിന് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ടൂറിന് പോയിട്ട് വരുന്ന വഴിക്ക് അതിനെ പിടിച്ചിറക്കി മറ്റു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മാരൂരിന്റെ പ്രതികരണം. അമിത വേഗതയിൽ വന്ന ഈ കാറ് ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ച് 2 ട്രിപ്പ് കേപ്പ് റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി. അതിൻ്റെ അകത്ത് കാല് വെളിയിൽ വന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ കള്ളു പിടിച്ചിട്ടൊക്കെ രാത്രിയിലുള്ള ആളുകൾ നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ സത്യത്തിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോയില്ല. പോലീസിനെ ഇൻഫോം ചെയ്താലും അവർ സ്റ്റേഷൻ്റെ ദൂരപരിധി വെച്ച് കേപ്പ് റോഡിൽ അവർക്ക് എത്താൻ കഴിയില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ബന്ധുക്കൾ നൽകുന്ന വിവരം, ദൃക്സാക്ഷി നൽകുന്ന വിവരം, പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ടോ ശ്രീജിത്ത്? ദുരൂഹത എന്ന ആ ഒരു പദം ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ദുരൂഹതയല്ല, കൃത്യമായ ദൃക്സാക്ഷി മൊഴിയുണ്ട്. ശങ്കർ മാരൂര് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ഇത് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മൊഴി പോലീസിന് രാവിലെ വന്ന് നൽകുകയും ചെയ്തു. അതായത് കെ പി റോഡിൽ ഒരു 10 മണിയോടുകൂടി അവർ എത്തുന്ന സമയത്ത് പട്ടാഴിമുക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ ഇത്തരത്തിലൊരു മൽപ്പിടുത്തം നടന്നതായി അവർ സംശയിക്കുന്നു. ഈ വാഹനം അമിത വേഗതയിൽ പോകുന്നു. വാഹനം പലപ്പോഴും റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച അവർ കണ്ടു. അതിനുശേഷം ആണ് ഈ മുൻവശത്തെ ഡോർ തുറന്ന് ഒരു കാൽ മാത്രം പുറത്തേക്ക് പോകുന്നത്. അതായത് ഈ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണം ഒരുപക്ഷെ ഈ അനുജ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചായിരിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്തുന്നില്ല. പോലീസ് ഈ 2 മൃതദേഹങ്ങളും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും ഈ ദൃക്സാക്ഷി മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എന്താണ് ഈ അനുജ കൂടെ ഇറങ്ങി വന്നു, ഹാഷിമിന്റെ കൂടെ ഇറങ്ങി വന്നു, തൻ്റെ ബന്ധുവാണ്, വിഷ്ണുവാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കാറിൽ കയറിപ്പോയി. ഈ കയറിപ്പോകുന്ന സമയം വരെ കുഴപ്പമില്ലാതിരുന്ന ആൾക്ക് എന്താണ് പെട്ടെന്ന് പിന്നീട് വിളിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടി അല്ലെങ്കിൽ കരഞ്ഞതുപോലെയൊക്കെ സംസാരിച്ചിരുന്നതെന്ന് ഒരു അവ്യക്തത ഉണ്ട്. അപ്പോൾ ഈ കാറിൽ കയറിയ സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഇതിനകം തന്നെ സംശയിക്കുന്നുണ്ട്. എന്തായാലും അനുജ ഭർത്തൃമതിയാണ്. എങ്ങനെയാണ് ഇയാളുമായി ഒരു സൗഹൃദത്തിലായത് അല്ലെങ്കിൽ അടുപ്പത്തിലായത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത പോലീസിന് വരുത്തേണ്ടിയിരിക്കുന്നു. പോലീസ് ഇരുവരുടെയും CDR അടക്കം പരിശോധിച്ചു വരികയാണ്. ഇരുവർക്കുമിടയിലും ഏതെങ്കിലും ഒരു പൊതു സുഹൃത്തുണ്ടോ, ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതുവരെ ഒരുപക്ഷെ അങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ദുരൂഹത ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ഇത് ഈ ഹാഷിം മനഃപൂർവ്വം തന്നെ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ആ ലോറി ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ശരി, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.